നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ലേഡീസിന് വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് സംശയങ്ങൾ. ആദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, മെൻസ്ട്രൽ കപ്പ് വച്ചാൽ അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക്, അതായത് വയറിനുള്ളിലേക്കാകാം അല്ലെങ്കിൽ യൂട്രസിനുള്ളിലേക്കാകാം, കയറിപ്പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു പിക്ചർ കൊടുക്കാം, എല്ലാവരും അത് ശ്രദ്ധിക്കുക. യൂട്രസ് ഉണ്ട്, യൂട്രസിൻ്റെ താഴ്ഭാഗം അഥവാ യൂട്രസിൻ്റെ ഗളഭാഗം അഥവാ ഓപ്പണിംഗ് ഉണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തെയാണ് നമ്മൾ സെർവിക്സ് അഥവാ ഗളഭാഗം എന്ന് പറയുന്നത്. ഇത് നോർമലി ഡെലിവറി കഴിഞ്ഞിട്ടില്ലാത്ത ലേഡിക്ക് ഒരു പിൻ പോയിന്റ്, അത് ജസ്റ്റ് ഒരു പോയിന്റ് പോലെ, പിന്നിൻ്റെ പോയിന്റ് പോലെ കാണുള്ളൂ. ഡെലിവറി കഴിഞ്ഞ ലേഡീസ് ആണെങ്കിൽ ജസ്റ്റ് ഒരു 1 ഫിംഗർ അഡ്മിറ്റ് ചെയ്യാനുള്ള സ്പേസേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അത് അല്ല, നമ്മൾ ഡെലിവറി സമയത്താണ് അത് വലുതായിട്ട് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന സാധനം ഏകദേശം 2-2.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഭാഗമാണ്. അത് ഡെഫിനറ്റ്ലി അതിനുള്ളിലോട്ട് കയറിപ്പോകാനുള്ള സ്ഥലമില്ല. പിന്നെ അപ്പോൾ യൂട്രസിനുള്ളിലേക്ക് കയറിപ്പോകാനുള്ള സ്ഥലമില്ല. ഇനി ഉള്ളിലേക്ക്, വയറിനുള്ളിലേക്ക് കയറി പോകുമെന്ന് പലർക്കും സംശയമുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് വജേനയിലില്ല. വജേനയുടെ എല്ലാ ഭാഗവും അടഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിലേക്ക്, വയറിനുള്ളിലേക്കോ യൂട്രസിനുള്ളിലേക്കോ വജനൽ കപ്പ് കയറിപ്പോകാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പലരും ചോദിക്കുന്ന ചോദ്യം, ഏത് ഏജിൽ നമുക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം? അത് ഇൻഡിവിജ്വൽ താല്പര്യം അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു 14 ഇയേഴ്സ് 15 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടി വജനൽ കപ്പ് യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്, അത്രയും ക്ലീൻ ആക്കി അത്രയും ഇൻസേർട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് പഠിച്ച് വജനൽ കപ്പ് യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്, ഷീ ഈസ് കംഫർട്ടബിൾ വിത്ത് ഇറ്റ്, പുള്ളിക്കാരിക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഡെഫിനറ്റ് ഏജ് ഒന്നുമില്ല. അപ്പോൾ വീണ്ടും ഒരുത്ത ചോദ്യം വരും, എന്താണ്, നമ്മുടെ ഹൈമൻ റപ്ചർ ആക്കുമോ ഇത് ഇൻസേർട്ട് ചെയ്താൽ? മാരേജിന് മുന്നേ ഇത് ഇൻസേർട്ട് ചെയ്താൽ ഹൈമൻ റപ്ചർ ആക്കുമോ? അപ്പോൾ ആദ്യം എനിക്കതിൽ പറയാനുള്ളത്, ഹൈമൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വജൈനയുടെ പുറം ഭാഗത്തുണ്ടാകുന്ന ഒരു ഫ്ലിംസി, ഒരു തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ. പലരിലും തിന്നായിരിക്കും, ചിലർക്കത് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്കാണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആൻഡ് കട്ടിയുള്ളതായിരിക്കും. സോ ദാറ്റ് അവർക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ധപ്പെടുമ്പോഴത്തേക്കിന് ഭയങ്കര പെയിൻ ആയിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്ത് വിടേണ്ടി വരാറുണ്ട്. അതിന് നമ്മൾ ഹൈമനക്ടമി എന്ന് പറയും. അപ്പോൾ അത് ഡിപ്പെൻസ്, ഓരോ ആൾക്കാരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഹൈമൻ എന്ന് പറയുന്നത് തിൻ ആൻഡ് ഫ്ലിംസി ആണെന്നുണ്ടെങ്കിൽ, തിൻ മെംബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത്ലറ്റിക്സിൽ ഏർപ്പെടുന്ന കുട്ടികളാണെങ്കിലോ അത് നേരത്തെ തന്നെ റപ്ചർ ചെയ്തിട്ടുണ്ടാകാം. സോ അതൊരു വെർജിനിറ്റിയുടെ ഒരു സിമ്പിളായിട്ട് എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇതിടുമ്പോൾ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ റപ്ചർ ആവാമോ എന്ന് ചോദിച്ചാൽ യെസ്, റപ്ചർ ആവാനും സാധ്യതയുണ്ട്, റപ്ചർ ആവാതിരിക്കാനും സാധ്യതയുണ്ട്. അത് ഹൈമൻ്റെ തിക്നെസ്സും ഹൈമൻ്റെ ഇലാസ്റ്റിസിറ്റിയും അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഈ വെച്ച് ഉള്ളിലിരിക്കുമ്പോൾ എനിക്ക് പെയിൻ അനുഭവപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. നോ, ഡെഫിനറ്റ്ലി നോ. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ നീളത്തിനേക്കാളും കൂടുതലാണ് വജൈനയുടെ ലെങ്ത്. വജൈനയുടെ നീളം എന്ന് പറയുന്നത് ഏകദേശം 15 മുതൽ 17 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇതിനുള്ളിലേക്കാണ് ഇത് കയറിയിരിക്കുന്നത്. അത് ഇരുന്നു എന്ന് തന്നെ നിങ്ങൾ അറിയാൻ സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് അത് ഇരിക്കുന്നത് കാരണം പെയിൻ ഒന്നും ഉണ്ടാവാറില്ല. തുടക്കത്തിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും ചിലപ്പോൾ പെയിൻ അറിഞ്ഞു എന്നിരിക്കും. അത് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് പുറത്തേക്ക്, ഞാൻ ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ പുറത്തേക്ക് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? നോ. ഞാൻ പറഞ്ഞു, ഈ സാധനം ഉള്ളിലിരിക്കുന്നത് ഒരു വാക്വം വെച്ചിട്ടാണ്. ആ വാക്വം റിലീസ് ആവണമെങ്കിൽ ഒന്നുകിൽ ബ്ലഡ്, ആ മെൻസ്ട്രൽ കപ്പ് ഫുൾ ഫില്ലായി, ബ്ലഡ് ഫില്ലായി സ്പില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴത്തേക്കിന് വാക്വം റിലീസ് ആവാം. ഇല്ല എന്നുണ്ടെങ്കിൽ നാച്ചുറലി ആ വാക്വം ഇരിക്കുന്നിടത്തോളം ആ മെൻസ്ട്രൽ കപ്പ് നമ്മൾ തന്നെ താഴേക്ക് വരില്ല. വാക്വം റിലീസ് ചെയ്താൽ മാത്രമേ താഴേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യം, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് മെൻസ്ട്രൽ കപ്പ് മാറ്റണം? അതായത് മെൻസ്ട്രൽ കപ്പ് പുതിയത് എപ്പോൾ വാങ്ങണം? അത് ഞാൻ ഉത്തരം മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. 8 to 10 ഇയേഴ്സ് ആണ് നമ്മൾ ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിയാൽ കമ്പനി അഡ്വൈസ് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്. ഇല്ല, നിങ്ങൾക്ക് അതിന് മുന്നേ മെൻസ്ട്രൽ കപ്പ് മാറ്റേണ്ട സമയമായി, സ്റ്റെയിൻഡായി, അതിൻ്റെ സക്ഷൻ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വാക്വം നിലനിർത്താൻ അതിന് കഴിവില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ അത് മാറ്റുന്നതാണ്. പിന്നെ പറയുന്നത്, സ്റ്റക്ക് ആവാറുണ്ടോ? മെൻസ്ട്രൽ കപ്പ് റിലീസ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ OPയിൽ 2-3 പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്. അത് നമ്മൾ ആ സമയത്ത് ടെൻഷനായി പോകുന്നതായിരിക്കും മെയിൻ കാര്യം എന്നാണ് തോന്നുന്നത്. പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്ത് ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് അതിൻ്റെ വാക്വം റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യം, കോപ്പർട്ടി ഇട്ടവർക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർട്ടി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? സാധാരണ നമ്മുടെ യൂട്രസും വജൈനയും തമ്മിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാവാറുണ്ട്. അതായത് യൂട്രസ് എപ്പോഴും ഫ്രണ്ടിലേക്ക് ആഞ്ഞാണിരിക്കുക, വജൈന എന്ന് പറയുന്നത് ബാക്കിൽ ഡൗൺവേർഡ്സ് ആൻഡ് ഫോർവേഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ആംഗിൾ ഉള്ളത് കാരണം ഈ യൂട്രസിനുള്ളിലിരിക്കുന്ന കോപ്പർട്ടി
ഈ സക്ഷൻ കാരണം പുറത്തേക്ക് വരില്ല. പക്ഷേ ചിലരുടെ യൂട്രസ് എന്ന് പറയുന്ന മിഡ് പൊസിഷൻ ആയിരിക്കും, അതായത് ഇത് രണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ട് അത്രയും സക്ഷൻ ഫോഴ്സ് ഒന്നും ഈ മെൻസ്ട്രൽ കപ്പ് കാരണം വരാറില്ല എന്നുള്ളതാണ്. അത്രയും നമ്മൾ സക്ഷൻ റിലീസ് ചെയ്തിട്ട് പതിയെ റിലീസ് ചെയ്യണം, പതിയെ എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും ചോദിക്കുന്നത് എനിക്കിത് വെച്ചിട്ട് ഉറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ്. യെസ്, വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം. കാരണം പിന്നെ ചില വ്യത്യാസം വരാം. കാരണം ചിലർക്ക് ഭയങ്കര ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ലീക്കിങ് വന്നു എന്നിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരാം. അതർവൈസ് ഇത് ഭയങ്കര കംഫർട്ടബിളാണ് ടു സ്ലീപ്പ് വിത്ത്. നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണോ കിടക്കാം എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. നോ, ഡെഫിനറ്റ്ലി നോ, ഒരിക്കലും ഇല്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ്, അതായത് മെൻസ്ട്രൽ കപ്പിലെ ബ്ലഡ് തിരിച്ച് യൂട്രസിലേക്ക് പോയി എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു കപ്പാണ്, യൂഷ്വലി സെർവിക്സിനേക്കാളും വലിയ സൈസുള്ള കപ്പാണ്. അതിനകത്താണ് മെൻസ്ട്രൽ ബ്ലഡ് ഇരിക്കുന്നത്. നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഓപ്പണിംഗ് ആണ്. ഇനി നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് വെച്ച് ഇനി തലകുത്തനെയൊക്കെ കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷേ എന്നാലും അത് കാരണം എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാറില്ല. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന കോശങ്ങൾ യൂട്രസിന് പുറത്തും ഉണ്ടാകുക എന്നുള്ളത്. അത് ബ്ലഡ് പോയിട്ടല്ല സാധാരണ എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് മെൻസ്ട്രൽ കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ മാറി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.